ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഷുർ CMA മലയാളം. അപ്പം നമ്മൾ ഇന്ന് CMA ഇൻ്റർ സെക്കൻഡ് ഗ്രൂപ്പിൽ പേപ്പർ 11 ഇൻഡയറക്റ്റ് ടാക്സേഷൻ്റെ സ്റ്റഡി നോട്ട് 4 കസ്റ്റംസ് ലോയിലെ സ്റ്റഡി നോട്ട് 4 ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സിൻ്റെ തിയറീസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് പുറമേ ഉള്ള വീഡിയോയിൽ നമ്മൾ പ്രോബ്ലംസും കൂടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് അണ്ടർ കസ്റ്റംസ് നോക്കാം. ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സിൽ ഫസ്റ്റ് വരുന്നത് ഗുഡ്സ് ഷുഡ് അറൈവ് അറ്റ് കസ്റ്റംസ് പോർട്ട്. നമ്മുടെ ഏത് ഗുഡ്സാണോ ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഗുഡ്സ് കസ്റ്റംസ് പോർട്ടിൽ എത്തിയിരിക്കണം. ദെൻ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് കൺവേയൻസ് ഈസ് റിക്വയർഡ് ടു സബ്മിറ്റ് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് ഓർ ഇമ്പോർട്ട് റിപ്പോർട്ട് ഇലക്ട്രോണിക്കലി നമ്മുടെ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ടോ എന്ത് ചെയ്യണം, നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഏത് പേഴ്സണാണോ ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി. ദെൻ ഗുഡ്സ് ക്യാൻ ബി അൺലോഡഡ് ഓൺലി ആഫ്റ്റർ ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ്സ്. നമ്മുടെ ഗുഡ്സ് അൺലോഡ് ചെയ്യാനുള്ള ഒരേ ഒരു അവകാശം നമുക്ക് കിട്ടുന്നത് എപ്പോഴാണോ നമുക്ക് അതായത് ഗുഡ്സ് നമ്മുടെ കസ്റ്റംസ് പോർട്ടിലേക്ക് എൻട്രി ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് ഗ്രാൻഡ് ചെയ്യുന്നത് ആ ടൈമിൽ മാത്രമാണ് നമുക്ക് ഗുഡ്സ് അവിടെ അൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ ഇമ്പോർട്ടർ ഹാസ് ടു സബ്മിറ്റ് ബിൽ ഓഫ് എൻട്രി ഇലക്ട്രോണിക്കലി. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടർ ബിൽ ഓഫ് എൻട്രി ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്തിരിക്കണം. ദെൻ ഗുഡ്സ് ആർ അസസ്ഡ് ടു ഡ്യൂട്ടി. എന്നിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗുഡ്സ് ഡ്യൂട്ടിക്ക് വേണ്ടി അസസ് ചെയ്യുന്നത് കസ്റ്റംസ് ഓഫീസർ ആയിരിക്കും. ദെൻ ഗുഡ്സ് ക്യാൻ ബി ക്ലിയർഡ് ഫ്രം പോർട്ട് ആഫ്റ്റർ പേയ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി ഓർ ക്ലിയർഡ് ഫോർ വെയർ ഹൗസിങ്. ആ പോർട്ടിൽ നിന്ന് നമ്മൾ ഡ്യൂട്ടി അടച്ചതിന് ശേഷം നമുക്ക് ആ ഗുഡ്സ് ആ പോർട്ടിൽ നിന്ന് ക്ലിയർ ചെയ്യാം. ഒന്നെങ്കിൽ വെയർ ഹൗസിന് വേണ്ടിയിട്ട് വെയർ ഹൗസിലേക്ക് മാറ്റാൻ വേണ്ടി ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ ഹോം കൺസംഷന് വേണ്ടിയിട്ട് അതിനെ ക്ലിയർ ചെയ്തെടുക്കാം. ദെൻ ഔട്ട് ഓഫ് കസ്റ്റംസ് ചാർജ് ഓർഡേർഡ് ഈസ് ഇഷ്യൂഡ് ബൈ കസ്റ്റംസ് ഓഫീസർ ആഫ്റ്റർ പേയ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി. അത് കഴിഞ്ഞ് ഡ്യൂട്ടി പേ ചെയ്തതിന് ശേഷം കസ്റ്റംസ് ഓഫീസർ കസ്റ്റംസ് ചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യും. അത് ഇഷ്യൂ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗുഡ്സും കൊണ്ട് ആ പോർട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അടുത്തത് ഹെഡ് വരുന്നത് ഇമ്പോർട്ട് ആൻഡ് ITC ആണ്. ഇമ്പോർട്ടും ITCയും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ്. അപ്പം നമ്മൾ ഇമ്പോർട്ട് അടയ്ക്കുന്ന ടൈമിൽ കസ്റ്റംസ് ഡ്യൂട്ടി കാണുന്ന ടൈമിൽ നമ്മൾ GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്ന 2 ഐറ്റംസ് പേ ചെയ്യാറുണ്ട്. ഈ 2 ഐറ്റംസും ശരിക്കും കസ്റ്റംസ് ഡ്യൂട്ടിയിൽ വരുന്നതല്ല, ഇൻഡയറക്റ്റ് ടാക്സേഷനിൽ GSTയുടെ ഹെഡിൽ വരുന്നതാണ്. അതുകൊണ്ട് ഈ നമ്മുടെ എന്തിനാണ് IGSTക്കും GST കോമ്പൻസേഷൻ സെസ്സിനും ITC ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആ സമയത്ത് BCD ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിക്കോ സോഷ്യൽ വെൽഫെയർ ചാർജസോ അതെല്ലാം കസ്റ്റംസ് ഡ്യൂട്ടിയുടെ അണ്ടറിൽ വരുന്നതായതുകൊണ്ട് അതിനൊന്നും എന്ത് കിട്ടില്ല, ITC കിട്ടില്ല. ആകെ IGSTക്കും GST കോമ്പൻസേഷൻ സെസ്സിനും മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, ITC അവൈലബിൾ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഗുഡ്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഗുഡ്സിൽ വരുന്ന 2 ഹെഡുണ്ട്. വൈറ്റ് കളർ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്ന ടൈമിലും യെല്ലോ കളർ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്ന ടൈമിലും നമ്മൾ സെയിം ഡേയിൽ ഡ്യൂട്ടി പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് വരില്ല. അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ആ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് മെയിൻലി 15% ആണ്. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടഡ് ഗുഡ്സ് വൈറ്റ് കളർ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റഡ് ഫോർ ഹോം കൺസംഷന് വേണ്ടി നമ്മൾ വൈറ്റ് കളർ ബിൽ ഓഫ് എൻട്രി ആണ് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ വൈറ്റ് കളർ ബിൽ ഓഫ് എൻട്രി ആണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി പെയ്ഡ് ഓൺ ദി സെയിം ഡേ ഫ്രം ദ ഡേറ്റ് ഓഫ് റിട്ടേണിംഗ് ബിൽ ഓഫ് എൻട്രി റിട്ടേൺ ചെയ്യുന്ന അതേ ദിവസം നമ്മൾ ഡ്യൂട്ടി പേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് യെസ് ആണ്. ഡ്യൂട്ടി പേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട. ആ സെയിം ഡേയിൽ എന്നാണോ ബിൽ ഓഫ് എൻട്രി റിട്ടേൺ ചെയ്യുന്നത് ആ റിട്ടേൺ ചെയ്യുന്ന സെയിം ഡേയിൽ നമ്മൾ ഡ്യൂട്ടി പേ ചെയ്താൽ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. പക്ഷേ ഒരു ദിവസം ഡിലേ എങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ഇൻട്രസ്റ്റ് ഈസ് റിക്വയർഡ് ടു പേ അണ്ടർ സെക്ഷൻ 47 സബ്സെക്ഷൻ 2 പ്രകാരം നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഡ്യൂട്ടി പെയ്ഡ് ഓൺ ദി സെയിം ഡേ ഫ്രം ദ ഡേറ്റ് ഓഫ് റിട്ടേണിംഗ് ബിൽ ഓഫ് എൻട്രി റിട്ടേൺ ചെയ്യുന്ന അതേ ദിവസം നമ്മൾ ഡ്യൂട്ടി പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട. ഇനി ഡ്യൂട്ടി പേ ചെയ്യുന്ന അതേ ദിവസം നമ്മൾ ഡ്യൂട്ടി പേ ചെയ്യുന്ന അതേ ദിവസം ബിൽ ഓഫ് എൻട്രി റിട്ടേൺ ചെയ്യുന്ന അതേ ദിവസം നമ്മൾ ഡ്യൂട്ടി പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇത് വൈറ്റ് കളർ ബിൽ ഓഫ് എൻട്രിയുടെ കേസാണ്. ഇനി നമുക്ക് യെല്ലോ കളർ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റഡ് ഫോർ വെയർ ഹൗസിങ്. വൈറ്റ് കളർ ബിൽ ഓഫ് എൻട്രി നമ്മൾ ഹോം കൺസംഷന് വേണ്ടിയിട്ടുള്ള ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. യെല്ലോ കളർ ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത് വെയർ ഹൗസിലേക്ക് നമ്മുടെ ഗുഡ്സിനെ ഷിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വെയർ ഹൗസിൽ നിന്ന് നമ്മുടെ ഗുഡ്സിനെ മാറ്റാനോ വേണ്ടിയിട്ടുള്ള ബിൽ ഓഫ് എൻട്രി ആണ് യെല്ലോ കളറിൽ വരുന്നത്. സോ യെല്ലോ കളർ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റഡ് ഫോർ വെയർ ഹൗസിങ് ആണെങ്കിൽ ഗ്രീൻ കളർ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റഡ് വിത്തിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് വെയർ ഹൗസിങ് പറഞ്ഞിരിക്കുന്ന ആ ഡേറ്റ് തൊട്ട് 90 ദിവസത്തിനുള്ളിൽ നമ്മൾ ഗ്രീൻ കളർ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ
യെല്ലോ കളർ ബിൽ ഓഫ് എൻട്രി വെയർ ഹൗസിങ്ങിന് വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആ ഡേറ്റ് തൊട്ട് 90 ദിവസത്തിനുള്ളിൽ നമ്മൾ ഗ്രീൻ കളർ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട. ഇനി നമ്മൾ ആ ഗ്രീൻ കളർ ബിൽ ഓഫ് എൻട്രി 90 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ഇൻട്രസ്റ്റ് ഈസ് റിക്വയർഡ് ടു പേ അണ്ടർ സെക്ഷൻ 47 സബ്സെക്ഷൻ 2 പ്രകാരം തന്നെ. അതും മെയിൻലി 15% ആണ് നമുക്ക് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഗുഡ്സ് ക്ലിയർഡ് ഫോർ ഹോം കൺസംഷൻ നോക്കാം. where the proper officer is satisfied that any goods entered for home consumption are not prohibited goods and the importer has paid the imported duty, if any, assessed thereon and any charges payable under this act in respect of the same, the proper officer may make an order permitting clearance of goods for the home consumption. അതായത് നമ്മുടെ നമ്മുടെ ഹോം കൺസംഷന് വേണ്ടി നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഗുഡ്സ് പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ഒന്നും അല്ല. അതായത് പ്രോപ്പറായിട്ടുള്ള ഗുഡ്സ് തന്നെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഗുഡ്സ് നമ്മുടെ ഹോം കൺസംഷന് വേണ്ടി പ്രോപ്പർ ഓഫീസർ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഗുഡ്സ് ക്ലിയർഡ് ഫോർ ഹോം കൺസംഷൻ എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഡ്യൂട്ടി പേ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഡ്യൂട്ടി പേ ചെയ്യുന്നത് സെയിം ഡേ, അതായത് ബില്ല് റിട്ടേൺ ചെയ്യുന്ന ഡേയിൽ തന്നെ ഡ്യൂട്ടി പേ ചെയ്താൽ ഇൻട്രസ്റ്റ് ഇല്ല. അല്ലാത്ത സിറ്റുവേഷനിലൊക്കെ നമുക്ക് 15% ഇൻട്രസ്റ്റ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ദെൻ ദ ഡ്യൂട്ടി ഷുഡ് ബി പെയ്ഡ് വിത്തിൻ 5 വർക്കിംഗ് ഡേയ്സ് ആഫ്റ്റർ ദി ബിൽ ഓഫ് എൻട്രി ഈസ് റിട്ടേൺ ടു ദി ഇമ്പോർട്ടർ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി with effect from 10/5/2013, the time reduced to 2 working days. അതായത് നമ്മൾ ബിൽ ഓഫ് എൻട്രി ഇമ്പോർട്ടർക്ക് റിട്ടേൺ ചെയ്തതിന് 5 ദിവസത്തിനുള്ളിൽ എന്ത് പേ ചെയ്തിരിക്കണം? ഡ്യൂട്ടി പേ ചെയ്തിരിക്കണം. ആ 5 ദിവസം എന്നുള്ളത് മാർച്ച് 10, 2013 തൊട്ട് മെയ് 10, 2013 തൊട്ട് 2 ദിവസമായിട്ടാണ് കുറച്ചിരിക്കുന്നത്. നേരത്തെ 5 ദിവസത്തിനുള്ളിലായിരുന്നു. അതായത് ബിൽ ഓഫ് എൻട്രി ഇമ്പോർട്ടർക്ക് റിട്ടേൺ ചെയ്ത് 5 ദിവസത്തിനുള്ളിൽ ഡ്യൂട്ടി പേ ചെയ്യണമെന്നായിരുന്നു. ഇപ്പോൾ അത് മെയ് 10, 2013 തൊട്ട് 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഡ്യൂട്ടി പേ ചെയ്തിരിക്കണം എന്നാണ്. Then importer shall have to make payment of duty on the same day in case of self-assessed bill of entry. ഇനി സെൽഫ് അസസ്ഡ് സ്വന്തമായിട്ട് അസസ് ചെയ്യുകയാണ് ആ ഇമ്പോർട്ടർ ആ ബിൽ ഓഫ് എൻട്രി എന്നുണ്ടെങ്കിൽ ആ സെയിം ഡേയിൽ എന്ത് പേ ചെയ്തിരിക്കണം? ഡ്യൂട്ടി പേ ചെയ്തിരിക്കണം. ആൻഡ് ഇൻ കേസ് ഓഫ് റീഅസസ്ഡ് ഓർ പ്രൊവിഷണൽ അസസ്മെൻറ്റ് വിത്തിൻ 1 day ആഫ്റ്റർ ദ റിട്ടേൺ ഓഫ് ബിൽ ഓഫ് എൻട്രി. ഇനി റീഅസസ് ചെയ്യുന്ന സിറ്റുവേഷനോ അല്ലെങ്കിൽ പ്രൊവിഷണൽ അസസ്മെൻറ്റ് നടത്തുന്ന സിറ്റുവേഷനിലോ, റീഅസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്ന് അസസ് ചെയ്യുന്ന സിറ്റുവേഷനിലോ അല്ലെങ്കിൽ പ്രൊവിഷണൽ അസസ്മെൻറ്റ് നടത്തുമ്പോഴോ ബിൽ ഓഫ് എൻട്രി എന്നാണോ റിട്ടേൺ ചെയ്യുന്നത് ആ റിട്ടേൺ ചെയ്ത് വിത്തിൻ 1 ഡേയ്ക്കുള്ളിൽ നമ്മൾ എന്ത് പേ ചെയ്തിരിക്കണം? ഡ്യൂട്ടി പേ ചെയ്തിരിക്കണം. ഇനി ഈ പറഞ്ഞോണം സെൽഫ് അസസ്ഡ് ബിൽ ഓഫ് എൻട്രിയുടെ ഡ്യൂട്ടി 1 ഡേയ്ക്കുള്ളിൽ പേ ചെയ്തിരിക്കണം, സെയിം ഡേയിൽ പേ ചെയ്തിരിക്കണം. ഇനി റീഅസസ്മെൻറ്റോ പ്രൊവിഷണൽ അസസ്മെൻറ്റോ ആണെന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് എൻട്രി റിട്ടേൺ ചെയ്ത് വിത്തിൻ 1 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് പേ ചെയ്തിരിക്കണം? ഡ്യൂട്ടി പേ ചെയ്തിരിക്കണം. അങ്ങനെ ഡ്യൂട്ടി പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 15% പെർ ആനം ഓൺ സച്ച് ഡേറ്റ് ടിൽ ദി എൻഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ദ സെഡ് ഡ്യൂട്ടി. എന്താണോ കറക്റ്റായിട്ട് നമ്മൾ ആ ഡ്യൂട്ടി പേ ചെയ്യുന്നത് ആ ഡ്യൂട്ടി പേ ചെയ്യുന്ന ആ ദിവസം വരെ ഉള്ളതിന് നമ്മൾ 15% ഇൻട്രസ്റ്റും അടച്ചിരിക്കണം. ഇതാണ് മെയിൻലി നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ കേസ് വരുന്നത്. അടുത്തത് പേജ് നമ്പർ 402 വെയർ ഹൗസിങ് നോക്കാം. നമ്മളെല്ലാം പറയുന്നുണ്ടല്ലോ വെയർ ഹൗസിങ്ങിലേക്കാണെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ. എന്താണ് ആക്ച്വലി വെയർ ഹൗസ്? ഏതൊക്കെ കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ പബ്ലിക് വെയർ ഹൗസ് എന്നും പ്രൈവറ്റ് വെയർ ഹൗസ് എന്നും കാണുന്നതെന്ന് നോക്കാം. Warehouse means a public warehouse licensed under section 57 or a private warehouse licensed under section 58 or a special warehouse licensed under section 58A. നമ്മുടെ പബ്ലിക് വെയർഹൗസിൻ്റെ സെക്ഷൻ 57ഉം പ്രൈവറ്റ് വെയർഹൗസിൻ്റെ സെക്ഷൻ 58ഉം ഇനി സ്പെഷ്യൽ വെയർഹൗസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷൻ 58 സബ്സെക്ഷൻ 58A ആണ് വരുന്നത്. ഈ 3 വെയർഹൗസാണ് മെയിൻലി നമുക്കുള്ളത്. ഇനി ഈ വെയർഹൗസിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം പറഞ്ഞു പോവാം. First one, importer can defer payment of import duties by storing the goods in a safe place. അതായത് സേഫ് പ്ലേസിൽ ഗുഡ്സ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമ്പോർട്ടറിന് ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യുന്നതിന് കുറച്ച് ലാഗ് വരുത്തിയാലും കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മുടെ ഗുഡ്സ് സേഫായിട്ട് എവിടെ ഉണ്ട്? വെയർ ഹൗസിലുണ്ട്. സെക്കൻഡ് പോയിന്റ്, ദ ഇമ്പോർട്ടർ അലൗഡ് ഡൂയിങ് മാനുഫാക്ചറിങ് ഇൻ ബോണ്ടഡ് വെയർ ഹൗസ് ആൻഡ് ദെൻ റീ എക്സ്പോർട്ടിങ് ഫ്രം ഇറ്റ്. ബോണ്ടഡ് വെയർ ഹൗസിൽ ആ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാനും എന്നിട്ട് അത് തിരിച്ച് റീ എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും. എവിടെ? വെയർ ഹൗസിൽ ഗുഡ്സ് കീപ്പ് ചെയ്താൽ.
Third point, the importer can be allowed to keep the goods up to 1 year without payment of duty from the date he deposited the goods into warehouse. ഗുഡ്സ് വെയർഹൗസിൽ ഡെപ്പോസിറ്റ് ചെയ്ത് 1 ഇയർ വരെ നമുക്ക് ഡ്യൂട്ടിയുടെ പേയ്മെൻറ്റ്, അതായത് കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യാതെ ആ ഗുഡ്സ് അവിടെ തന്നെ കീപ്പ് ചെയ്യാൻ സാധിക്കും. വെയർഹൗസിൽ തന്നെ കീപ്പ് ചെയ്യാൻ സാധിക്കും. കാരണം 1 ഇയർ വരെ ആ ഗുഡ്സ് അവിടെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പമോ കാര്യങ്ങളോ പേയ്മെൻറ്റ് ഡ്യൂട്ടി അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല. The time period is extended to 3 years for export oriented units. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ EOUസിനാണെന്നുണ്ടെങ്കിൽ 3 ഇയർ വരെ ആ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ the time period still be extended to 5 year if the goods are capital goods അതായത് മെഷീനറി അങ്ങനത്തെ ഹെവി ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ പീരീഡ് 5 years ആണ്. ആ 5 years വരെ അവർക്ക് ഡ്യൂട്ടി പേ ചെയ്യാതെ ആ ഗുഡ്സ് എവിടെ കീപ്പ് ചെയ്യാൻ സാധിക്കും? ആ വെയർഹൗസിൽ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ ഒരു പബ്ലിക് വെയർഹൗസ് അണ്ടർ സെക്ഷൻ 57 അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് വെയർഹൗസ് അണ്ടർ സെക്ഷൻ 58 ഓർ സ്പെഷ്യൽ വെയർഹൗസ് ലൈസൻസ്ഡ് അണ്ടർ സെക്ഷൻ 58A പ്രകാരം. ദെൻ നെക്സ്റ്റ് വരുന്നത്, ദ ഇമ്പോർട്ടർ മിനിമൈസസ് ദി ചാർജസ് ബൈ കീപ്പിംഗ് ഇൻ എ വെയർഹൗസ്, അതർവൈസ് ദ ഡീമുറേജ് ചാർജസ് അറ്റ് ദി പോർട്ട് ഈസ് ഹെവി. അതായത് വെയർഹൗസിൽ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇമ്പോർട്ടർക്ക് ഡീമുറേജ് ചാർജസ് ഒന്നും വരുന്നില്ല. പോർട്ടിൽ കീപ്പ് ചെയ്യുമ്പോൾ സാധാരണ ഡീമുറേജ് ചാർജസ് കൊടുക്കണമല്ലോ. ആ ഡീമുറേജ് ചാർജസ് ഒക്കെ നമ്മൾ വെയർഹൗസിൽ കീപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്ക് കൊടുക്കേണ്ടി വരില്ല. സോ ആ ചാർജസ് ഒക്കെ മിനിമം ആയിട്ട് വരും. Then, Assistant Commissioner of Customs or Deputy Commissioner of Customs are competent to appoint a warehouse as public bonded warehouse. ഒരു വെയർഹൗസിനെ പബ്ലിക് ബോണ്ടഡ് വെയർഹൗസ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് അധികാരം കൊടുക്കുന്നത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസോ ഓർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് കസ്റ്റംസോ ആണ് കൊടുക്കുന്നത്. Then, the Assistant Commissioner of Customs or Deputy Commissioner of Customs may license private warehouse. The license to private warehouse can be cancelled by giving 1 month notice. അപ്പോൾ ഈ പ്രൈവറ്റ് വെയർഹൗസിനുള്ള ലൈസൻസും ഈ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് കസ്റ്റംസ് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഒരു പ്രൈവറ്റ് വെയർഹൗസിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 month നോട്ടീസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. ദ നെക്സ്റ്റ് പോയിന്റ്, ഓൺലി ഡ്യൂട്ടിയബിൾ ഗുഡ്സ് ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഇൻ ദി വെയർഹൗസ്. വെയർഹൗസിൽ നമുക്ക് ഡ്യൂട്ടി, അതായത് കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യാനുള്ള ഗുഡ്സ് മാത്രമാണ് കീപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രൊഹിബിറ്റഡ് ഗുഡ്സോ അല്ലെങ്കിൽ ഡ്യൂട്ടി പേ ചെയ്യേണ്ടാത്ത ഗുഡ്സോ ഒക്കെ ഒന്നും കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ബിൽ ഓഫ് എൻട്രി ഈസ് പ്രസൻറ്റഡ് ഫോർ വെയർ ഹൗസിംഗ്. എന്നാണോ വെയർ ഹൗസിങ്ങിന് വേണ്ടി ബിൽ ഓഫ് എൻട്രി പ്രസൻറ്റ് ചെയ്യുന്നത് ആ ഡേറ്റിൽ എന്താണോ എക്സ്ചേഞ്ച് റേറ്റ്, ആ റേറ്റ് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. If the goods which are not removed from warehouse within the permissible period, then subsequent removal called as improper removal. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന വിത്തിൻ 1 ഇയറിനുള്ളിൽ ഗുഡ്സ് റിമൂവ് ചെയ്യണം എന്നാണ്. പേയ്മെൻറ്റ് അടയ്ക്കാതെ 1 ഇയർ വരെ അവർക്ക് കീപ്പ് ചെയ്യാം. ഇനി EOU എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിന് 3 ഇയറും ക്യാപിറ്റൽ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ 5 years വരെ കുഴപ്പമില്ല. ഇനി ഈ പറയുന്ന പീരീഡിനുള്ളിൽ ആ ഗുഡ്സ് അവരവിടുന്ന് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റിമൂവലിന് പറയുന്ന, ഇനി ഫർദർ ആയിട്ടുള്ള റിമൂവലിന് പറയുന്ന പേരാണ് ഇംപ്രോപ്പർ റിമൂവൽ. ഇതാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് വെയർ ഹൗസിങ്ങിൽ വന്നത്. അടുത്തത് ലൈസൻസിങ് ഓഫ് പബ്ലിക് വെയർ ഹൗസിംഗ് നോക്കാം. ദ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓർ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് മേ സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ലൈസൻസ് എ പബ്ലിക് വെയർ ഹൗസ് വെയർ ഇൻ ഡ്യൂട്ടിയബിൾ ഗുഡ്സ് ക്യാൻ ബി ഡെപ്പോസിറ്റഡ്. അതായത് പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസോ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസോ ആണ് ഒരു പബ്ലിക് വെയർ ഹൗസിങ്ങിന് ലൈസൻസ് കൊടുക്കുന്നത്. ഇനി പ്രൈവറ്റ് വെയർ ഹൗസിങ്ങിനാണ് ലൈസൻസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് ദ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓർ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ലൈസൻസ് എ പ്രൈവറ്റ് വെയർ ഹൗസ് വെയർ ഡ്യൂട്ടിയബിൾ ഗുഡ്സ് ഇമ്പോർട്ടഡ് ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ദി ലൈസൻസി മേ ബി ഡെപ്പോസിറ്റഡ്. അപ്പോൾ നമ്മൾ ഈ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസോ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് തന്നെയാണ് പ്രൈവറ്റ് വെയർ ഹൗസിൻ്റെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി സ്പെഷ്യൽ വെയർ ഹൗസിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ലൈസൻസ് ആരാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ സെയിം തന്നെയാണ്. പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ആണ് ലൈസൻസ് എ സ്പെഷ്യൽ വെയർ ഹൗസ് വെയർ ഇൻ ഡ്യൂട്ടിയബിൾ ഗുഡ്സ് മേ ബി ഡെപ്പോസിറ്റഡ് ആൻഡ് സച്ച് വെയർ ഹൗസ് ഷാൽ ബി കോസ്ഡ് ടു ബി ലോക്ഡ് ബൈ ദി പ്രോപ്പർ ഓഫീസർ ആൻഡ് നോ പേഴ്സൺ ഷാൽ എൻ്റർ ദ വെയർ ഹൗസ് ഓർ റിമൂവ് എനി ഗുഡ്സ് ദെയർ ഫ്രം വിത്തൗട്ട് പെർമിഷൻ ഓഫ് പ്രോപ്പർ ഓഫീസർ. പ്രോപ്പർ ഓഫീസറിൻ്റെ പെർമിഷൻ ഇല്ലാതെ അവിടെ നിന്ന് ഒരു ഗുഡ്സും റിമൂവ് ചെയ്യാനായിട്ട് ആർക്കും സാധിക്കില്ല. അത് പ്രോപ്പർ ഓഫീസറാണ് ആ ഒരു വെയർ ഹൗസിംഗ് ലോക്ക് ചെയ്ത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ക്യാൻസലൈസേഷൻ ഓഫ് ലൈസൻസ് ആണ്.
Where a license contravenes any of the provision of this act, or the rules or regulations may be there under or breaches any of the condition of the license, ഈ പറയുന്ന പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓർ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് മേ ക്യാൻസൽ ദി ലൈസൻസ് ഗ്രാൻഡഡ് അണ്ടർ സെക്ഷൻ 57 or 58 or 58A. 57, 58, 58A എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ആക്ട് പ്രകാരം, വെയർ ഹൗസിങ്ങിൻ്റെ ആക്ട് പ്രകാരം അല്ലെങ്കിൽ കസ്റ്റംസ് ലോയുടെ ആക്ട് പ്രകാരം എന്തെങ്കിലും ഒരു കാര്യം ഇവർ വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വെയർ ഹൗസിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസിനോ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസിനോ ആണ്. Then, where the operation of a warehouse is suspended, no goods shall be deposited in such warehouse during the period of suspension. ഏതെങ്കിലും ഒരു വെയർ ഹൗസിൻ്റെ ഓപ്പറേഷൻ നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതായത് ആ ഒരു വെയർ ഹൗസ് നമ്മൾ നിർത്താനായിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നിർത്തുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആ ഒരു വെയർ ഹൗസിലേക്ക് മറ്റ് ഗുഡ്സുകളൊന്നും ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. Then, where the license issued under section 57 or 58 or 58A is cancelled, അതായത് ഈ വെയർ ഹൗസുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്ന ലൈസൻസ് ക്യാൻസൽ ചെയ്തതിന് ശേഷം the goods warehoused shall within 7 days from the date on which order of such cancellation is served to the licensee or within such extended period as the proper officer may allow, to be removed from such warehouse to another warehouse or may be cleared for home consumption or for export. അപ്പം നമ്മൾ ഇങ്ങനെ ലൈസൻസ് ക്യാൻസൽ ചെയ്തതിൻ്റെ ഓർഡർ ഇഷ്യൂ ചെയ്ത് ഒരാഴ്ച, അതായത് 7 ഡേയ്സിനുള്ളിൽ നമ്മൾ ആ ഗുഡ്സ് അവിടെ നിന്ന് റിമൂവ് ചെയ്യണമെന്നാണ്. ഇനി 7 ഡേയ്സ് അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഓഫീസർ എത്ര ദിവസം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നോ അത്രയും ദിവസം വരെ ആ ഗുഡ്സ് അവിടെ കീപ്പ് ചെയ്യാവുള്ളൂ. അതിനുള്ളിൽ അത് മാറ്റിയിരിക്കണം. ഒന്നെങ്കിൽ അത് മാറ്റുന്നത് വേറൊരു വെയർ ഹൗസിലേക്കോ അല്ലെങ്കിൽ ഹോം കൺസംഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സ്പോർട്ടിന് വേണ്ടിയിട്ടോ നമുക്ക് എന്ത് ചെയ്യുക, ആ ഗുഡ്സ് അവിടെ നിന്ന് റിമൂവ് ചെയ്തിരിക്കണം, ഏത് നമ്മുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ആപ്ലിക്കബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് ഓൺ വെയർ ഹൗസ്ഡ് ഗുഡ്സ്. ഇനി വെയർ ഹൗസ്ഡ് ഗുഡ്സ് അസസി അതർ ദാൻ EOU, ESTP, STP യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ വെയർ ഹൗസിംഗ് പീരീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട. ഇനി ഗുഡ്സ് വെയർ ഹൗസ് ചെയ്യുന്നത് മോർ ദാൻ 90 ഡേയ്സിനാണെന്നുണ്ടെങ്കിൽ 15% പെർ ആനം എന്ത് കൊടുക്കണം, നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഡേയ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് 90 ഡേയ്സ് മൈനസ് ചെയ്യുക. റിമൈനിങ് എന്തെങ്കിലും ഡേയ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിലാണ് അതിന് നമ്മൾ 15% ഇൻട്രസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ദെൻ അസസി EOU, ESTP ഓർ STP യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് അസസി എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സോ ഇലക്ട്രോണിക് ഹാർഡ്വെയർ ടെക്നോളജി പാർക്കോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്കോ STP ഇത്രയും യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻ കേസ് ഓഫ് ഇൻപുട്ട്, സ്പെയേഴ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ഇതാണ് അവർ കീപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടിൽ ദെയർ ക്ലിയറൻസ്, അതിൻ്റെ ക്ലിയറൻസ് വരെ അവർക്ക് എന്ത് പേ ചെയ്യേണ്ട, ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട. ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ടിൽ ദെയർ ക്ലിയറൻസ് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട. ഇനി ക്ലിയറൻസിന് ശേഷം അവർ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അവർക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്താൽ മതി. അസസി ഇലക്ട്രോണിക് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സോ ഇലക്ട്രോണിക് ഹാർഡ്വെയർ ടെക്നോളജി പാർക്കിലുള്ളതോ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്കിലുള്ളതോ ആണെങ്കിൽ. ഓക്കെ, പിന്നെ നമുക്ക് നോക്കേണ്ടത് ഓണേഴ്സ് റൈറ്റ് ടു ഡീൽ വിത്ത് വെയർ ഹൗസ്ഡ് ഗുഡ്സ്. പേജ് നമ്പർ 406 സെക്ഷൻ 64 ആണ്. അപ്പോൾ എന്താണ് വെയർ ഹൗസ്ഡ് ഗുഡ്സിൽ നമ്മുടെ ഓണറുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. ഇൻസ്പെക്ട് ദി ഗുഡ്സ്, ഗുഡ്സ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഡീൽ വിത്ത് ദെയർ കണ്ടെയ്നേഴ്സ് ഇൻ സച്ച് മാനർ ആസ് മേ ബി നെസസറി ടു പ്രിവെൻറ്റ് ലോസ് ഓർ ഡിറ്റീരിയോറേഷൻ ഓർ ഡാമേജ് ടു ദി ഗുഡ്സ്. അതായത് അദ്ദേഹത്തിൻ്റെ കണ്ടെയ്നേഴ്സ് ചെക്ക് ചെയ്യാനും ആ കണ്ടെയ്നേഴ്സ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ലോസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ എന്താ ആക്ഷൻ എടുക്കേണ്ടതെന്ന് നോക്കാം. ഇനി വന്നിട്ടില്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിറ്റീരിയോറേറ്റ് ചെയ്ത് നശിച്ചു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. സോർട്ട് ദി ഗുഡ്സ് സോർട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഏത് കാറ്റഗറിയിലേക്കാണെന്നുള്ളത് സോർട്ട് ചെയ്യാം. ദെൻ ഷോ ദി ഗുഡ്സ് ഫോർ സെയിൽ, ഗുഡ്സ് സെയിലിന് വേണ്ടിയിട്ട് ആ ഗുഡ്സ് പ്രദർശിപ്പിക്കാനും സാധിക്കും. ഇതാണ് ഓണേഴ്സ് റൈറ്റ് ടു ഡീൽ വിത്ത് വെയർ ഹൗസ്ഡ് ഗുഡ്സ്. അടുത്ത സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, വെയർ ഹൗസിംഗ് വിത്തൗട്ട് വെയർ ഹൗസിംഗ്. വെയർ ഹൗസിംഗ് വിത്തൗട്ട് വെയർ ഹൗസിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, ഇഫ് ദി അസസ്മെൻറ്റ് ഈസ് ഡിലൈഡ് ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ് ദെൻ ദോസ് ഗുഡ്സ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ പബ്ലിക് വെയർ ഹൗസ് വിത്തൗട്ട് എക്സിക്യൂട്ടിംഗ് ദി ബോണ്ട് ഈസ് കോൾഡ് വെയർ ഹൗസിംഗ് വിത്തൗട്ട് വെയർ ഹൗസിംഗ്. അതായത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെ അസസ്മെൻറ്റിനകത്ത് എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സ് പ്രത്യേകിച്ച് ഒരു ബോണ്ടും എക്സിക്യൂട്ട് ചെയ്യാതെ ആ ഗുഡ്സ് നമുക്കൊരു പബ്ലിക് വെയർ ഹൗസിൽ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ശരിക്കും ഒരു വെയർ ഹൗസിങ്ങിന് വേണ്ടിയിട്ടല്ല, ആ ഒരു അസസ്മെൻറ്റ് കഴിയുന്നത് വരെ ആ ഗുഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെയർ ഹൗസ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ പറയുന്നതാണ് വെയർ ഹൗസിംഗ് വിത്തൗട്ട് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്.
ഇനി വെയർ ഹൗസിങ് വിത്തൗട്ട് വെയർ ഹൗസിങ്ങിൽ നമ്മൾ ആ ഗുഡ്സ് 30 ഡേയ്സിനുള്ളിൽ റിമൂവ് ചെയ്തിരിക്കുകയും വേണം. ഓക്കെ, അതാണ് റൂളിൽ പറയുന്ന ഡേയ്സ് 30 ഡേയ്സ് ആണ്. ഇനി എന്തെങ്കിലും കമ്മീഷണർ ഓഫ് കസ്റ്റംസിന് എന്തെങ്കിലും എക്സ്റ്റൻഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് വെയർ ഹൗസ്ഡ് ഗുഡ്സ് റെഗുലേഷൻസ്. വെയർ ഹൗസ്ഡ് ഗുഡ്സ് റിമൂവൽ 2016 പ്രകാരം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓണർ ഓഫ് warehoused goods make a request where the warehoused goods are to be removed from one warehouse to another warehouse or from one warehouse to a customs station for export. The owner is required to make a request in prescribed form for transfer of goods. അതായത് നമ്മൾ വെയർ ഹൗസ് ഗുഡ്സ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഈ വെയർ ഹൗസ് ഗുഡ്സിൻ്റെ ഓണർ ഒരു റിക്വസ്റ്റ് കൊടുക്കണം. ആ റിക്വസ്റ്റ് കൊടുക്കുന്നത് ഒന്നെങ്കിൽ ഈ ഗുഡ്സ് മറ്റൊരു വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ കസ്റ്റം സ്റ്റേഷനിലേക്കോ മറ്റോ ട്രാൻസ്ഫർ ചെയ്യാനോ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഈ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആര് കൊടുക്കണം? ഓണർ ഓഫ് ദി ഗുഡ്സ് ഒരു റിക്വസ്റ്റ് മേക്ക് ചെയ്യണം. സെക്കൻഡ് വൺ, കണ്ടീഷൻ ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഫ്രം ദി കസ്റ്റം സ്റ്റേഷൻ ഓഫ് ഇമ്പോർട്ട് ടു എ വെയർ ഹൗസ് ഓർ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻസ് ആണ് ഫ്രം ദി കസ്റ്റം സ്റ്റേഷൻ ഓഫ് ഇമ്പോർട്ട് ടു എ വെയർ ഹൗസ്. ഇമ്പോർട്ടിൻ്റെ കസ്റ്റം സ്റ്റേഷനിൽ നിന്നും വെയർ ഹൗസിലേക്കോ ഫ്രം വൺ വെയർ ഹൗസ് ടു അനദർ വെയർ ഹൗസ്, ഒരു വെയർ ഹൗസിൽ നിന്നും മറ്റൊരു വെയർ ഹൗസിലേക്കോ ഫ്രം ദി വെയർ ഹൗസ് ടു എ കസ്റ്റം സ്റ്റേഷൻ ഫോർ എക്സ്പോർട്ട്, വെയർ ഹൗസിൽ നിന്ന് എക്സ്പോർട്ടിന് വേണ്ടി മറ്റൊരു കസ്റ്റം സ്റ്റേഷനിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ അങ്ങനെയാണ് നമുക്ക് ഗുഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 3 കണ്ടീഷൻസാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിന് വരുന്നത്. Then acknowledgement of receipt of goods at the destination to be produced by owner of goods. The owner of the goods shall produce to the proper officer at customs station of import or the bond officer within 1 month an acknowledgement issued by the licensee or the bond officer of the warehouse to which the goods have been removed or the proper officer at the customs station of export as the case may be, stating that the goods have been arrived at that place. അപ്പോൾ നമ്മൾ ഗുഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണർ റിക്വസ്റ്റ് കൊടുത്ത് കിട്ടിയല്ലോ, അത് കിട്ടിയിട്ട് 1 മന്തിനുള്ളിൽ എവിടെയാണോ ആ ഡെസ്റ്റിനേഷനിൽ ആ ഗുഡ്സ് എത്തേണ്ടത് അങ്ങനെ എത്തി എന്നുള്ള കാര്യം കൂടെ പ്രോപ്പർ ഓഫീസർ കൺഫേം ചെയ്തിരിക്കണം. ഇതാണ് 3 റിമൂവൽ ഓഫ് വെയർ ഹൗസ്ഡ് ഗുഡ്സിൻ്റെ 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ്, ഓണർ ഓഫ് വെയർ ഹൗസ്ഡ് ഗുഡ്സ് മേക്ക് എ റിക്വസ്റ്റ്. സെക്കൻഡ് വൺ, കണ്ടീഷൻ ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ്. തേർഡ് വൺ, അക്നോളജ്മെൻറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ഗുഡ്സ് അറ്റ് ദി ഡെസ്റ്റിനേഷൻ ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഓണർ ഓഫ് ഗുഡ്സ്. ഇനി അടുത്തത് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, വൺ ടൈം ലോക്ക്, OTL. വൺ ടൈം ലോക്ക് എന്താണെന്ന് നോക്കാം. വെൻ ദി ഗുഡ്സ് ആർ റിമൂവ്ഡ് ഫ്രം കസ്റ്റം സ്റ്റേഷൻ ഓഫ് ഇമ്പോർട്ട് ഫോർ വെയർ ഹൗസിംഗ്, ദി പ്രോപ്പർ ഓഫീസർ അഫിക്സ് എ വൺ ടൈം ലോക്ക് ഇൻ ദി കണ്ടെയ്നർ ഓർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. അതായത് നമ്മൾ ഇമ്പോർട്ടിന് വേണ്ടിയിട്ട് കസ്റ്റം സ്റ്റേഷനിൽ നിന്ന് ഗുഡ്സ് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മുടെ ആ പർട്ടിക്കുലർ കണ്ടെയ്നറിൽ നമ്മുടെ പ്രോപ്പർ ഓഫീസർ ഒരു വൺ ടൈം ലോക്ക് അഫിക്സ് ചെയ്യും. അതായത് ആ ലോക്കിൻ്റെ അവിടെ ഒരു വൺ ടൈം ലോക്ക് അവിടെ ക്ലോസ് ചെയ്യും. Then the serial number of OTL along with the date and time of its affixation need to be endorsed upon the bill of entry for warehousing and transport document. അതായത് ഈ വൺ ടൈം ലോക്കിനകത്ത് അഫിക്സ് ചെയ്തിരിക്കുന്നതിനകത്ത് ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ ഏത് ടൈമിലാണ് ഏത് ഡേറ്റിലാണ് അത് അഫിക്സ് ചെയ്തിരിക്കുന്നതെന്നുണ്ടാവും. അതേ ഡീറ്റെയിൽസ് ബിൽ ഓഫ് എൻട്രിയിലും ഉണ്ടാവും, ട്രാൻസ്പോർട്ട് ഡോക്യുമെൻറ്റ്സിലും അത് തന്നെ കണ്ടിരിക്കും. അടുത്തത് നമുക്ക് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് അണ്ടർ കസ്റ്റംസ് ആണ്. എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് അണ്ടർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, GSTയിൽ എങ്ങനെയാണെന്ന് നോക്കാം. സപ്ലൈ വിൽ ബി ട്രീറ്റഡ് ആസ് ദി ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ. അതായത് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് നമ്മൾ സപ്ലൈ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ദ സപ്ലയർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലായിരിക്കണം സപ്ലയർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ദ പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ഔട്ട്സൈഡ് ഇന്ത്യ. പ്ലേസ് ഓഫ് സപ്ലൈ ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം. ദെൻ പ്ലേസ് ഓഫ് സപ്ലൈ സെസ് യൂണിറ്റ്, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ യൂണിറ്റിലെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിരിക്കണം. ദെൻ ഫർദർ എക്സ്പോർട്ട് വുഡ് ബി കൺസിഡേർഡ് ആസ് സീറോ റേറ്റഡ് സപ്ലൈ. ഇനിയുള്ള എക്സ്പോർട്ടിനെ നമ്മൾ സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി എനി പേഴ്സൺ മേക്കിംഗ് സീറോ റേറ്റഡ് സപ്ലൈ ഷാൽ ബി എലിജിബിൾ ടു ക്ലെയിം റീഫണ്ട് അണ്ടർ ഐദർ ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ്. താഴെ പറയുന്ന 2 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് എടുത്ത ഒരാൾക്ക് സീറോ റേറ്റഡ് സപ്ലൈക്ക് IGST പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ITC ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വരുന്നത്, ഹി മേ സപ്ലൈ ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് സബ്ജക്റ്റ് ടു സച്ച് കണ്ടീഷൻസ്, സേഫ് ഗാർഡ് ആൻഡ് പ്രൊസീജിയേഴ്സ് as may be prescribed on payment of integrated tax and claim refund of such tax paid on goods or services or both supplied in accordance with the provision of section 54 of the Central Goods and Service Tax Act of or the rules made are thereunder. അതായത് സീറോ റേറ്റഡ് സപ്ലൈസിൽ നമ്മൾ എന്തെങ്കിലും ഗുഡ്സോ സർവീസസോ ഒക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് IGST പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഗുഡ്സിന് നമുക്ക് IGST റീഫണ്ട് അനുവദിക്കുന്നതാണ്.
Then he may supply goods or services or both under bond or letter of undertaking subject to such condition, safeguard or procedures as may be prescribed without payment of integrated tax and claim refund of unutilized ITC. ഇനി ഗുഡ്സ് ഓർ സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്നത് ബോണ്ടിലോ അല്ലെങ്കിൽ ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങിലോ ആണെന്നുണ്ടെങ്കിൽ ഇനി IGST പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അയാളുടെ കയ്യിൽ അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ITC ഉണ്ടെങ്കിൽ ആ ITCക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് അണ്ടർ ബോണ്ട് ഓർ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് any registered person availing option to supply or goods or services for export without payment of integrated tax shall furnish prior to export a bond or a letter of undertaking in form GST RFD 11 to the jurisdictional commissioner binding himself to pay the tax due along with the interest specified under subsection 1 of the section 50 within a period of 15 days after the expiry of 3 months from the date of issue of the invoice for export if the goods are not exported out of India, 15 days after the expiry of 1 year or such further period as may be allowed by commissioner from the date of issue of invoice for exporter if the payment of such services is not received by the exporter is convertible foreign exchange. ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഗുഡ്സോ സർവീസസോ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ടിന് വേണ്ടി സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് നടത്തുന്നതിന് മുമ്പ് ഒരു ബോണ്ടോ ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങോ ഫോം GST RFD 11 ഒരു ജുഡിസ്റ്റിക്കൽ കമ്മീഷണറിന് ബൈൻഡ് ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ എലോങ് വിത്ത് ഇൻട്രസ്റ്റ്, താഴെ പറയുന്ന ഇൻട്രസ്റ്റും കൂടെ പേ ചെയ്തിരിക്കണം. ഇൻട്രസ്റ്റ് പറയുന്നത് 15 ഡേയ്സിൽ, അതായത് എക്സ്പോർട്ടിന് വേണ്ടി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് 3 മാസത്തിനുള്ളിലോ, ആ 3 മാസം അതായത് ആ 3 മന്ത്സിൻ്റെ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള 15 ഡേയ്സിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇഫ് ദ ഗുഡ്സ് ആർ നോട്ട് എക്സ്പോർട്ടഡ് ഔട്ട് ഓഫ് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 15 days after the expiry of 1 year or such further period as may be allowed by commissioner from the date of issue of such invoice for exporter if the payment of such services is not received by exporter is convertible foreign exchange. കൺവെർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് 1 ഇയറിനുള്ളിൽ 1 ഇയർ എക്സ്പയർ ആയി കഴിഞ്ഞിട്ടുള്ള 15 ദിവസത്തിനുള്ളിലും ഇൻട്രസ്റ്റ് പേ ചെയ്തിരിക്കണം. The details of export invoices contained in Form GSTR 1 furnished in the common portal shall be electronically transmitted to the system designated by customs, and a confirmation that the goods covered by the said invoices have been exported out of India shall be electronically transmitted to the common portal for the said system. അതായത് എക്സ്പോർട്ട് ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് ഫോം GSTR 1 കോമൺ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ ഇത് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് ടു ദി സിസ്റ്റം ഡെസിഗ്നേറ്റഡ് ബൈ കസ്റ്റംസ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് എ കൺഫർമേഷൻ ദാറ്റ് ദി ഗുഡ്സ് കവേർഡ് ബൈ സെഡ് ഇൻവോയ്സ്, ഈ ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് ഹാവ് ബീൻ എക്സ്പോർട്ടഡ് ഔട്ട് ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്ക് അപ്പുറത്തേക്ക് ഈ ഇൻവോയ്സ് പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കോമൺ പോർട്ടലിലൂടെ നമുക്ക് ഇലക്ട്രോണിക്കലി അതും അറിയിച്ചിരിക്കണം. Then the export as allowed under bond or letter of undertaking without in term of sub-rule 3 shall be restored immediately when the registered person pay the amount due. Then the board by way of notification may be specify the condition and safeguard under which letter of undertaking may be furnished in place of a bond. അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് മെയിനായിട്ട് അത് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ട. എന്താണ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങും ബോണ്ടൊന്നും അറിഞ്ഞിരിക്കുക. ആ 15 ഡേയ്സിൻ്റെ കാര്യവും പിന്നെ 3 മന്ത്സിനുള്ളിൽ 3 മന്ത്സ് കഴിഞ്ഞിട്ട് 15 ഡേയ്സിൻ്റെ ഉള്ളിലെ കാര്യവും 1 ഇയർ കഴിഞ്ഞിട്ടുള്ള 15 ഡേയ്സിൻ്റെ കാര്യം കൂടെ ഓർത്തിരുന്നാൽ മതി. പിന്നെ പറയുന്നത് എലിജിബിലിറ്റി ടു എക്സ്പോർട്ട് അണ്ടർ LUT, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. The facility of export under LUT has been now extended to all registered persons who intend to supply goods or services for export without payment of IGST. LUT അതായത് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് IGST പേ ചെയ്യേണ്ട ആവശ്യമില്ല. Who have been prosecuted for any offence under GST law or IGST Act or any of the existing laws and the amount of tax evaded in such cases exceed ₹250 lakh. പിന്നെ വരുന്നത് വാലിഡിറ്റി ഓഫ് LUT ആണ്. വാലിഡിറ്റി ഓഫ് LUT ഒരു ഹോൾ ഫിനാൻഷ്യൽ ഇയറിൽ ഫുള്ളുണ്ട്.
പിന്നെ വന്നത് ഫോം ഫോർ ബോണ്ട് ഓർ LUT. ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോം GST RFD 11 ആണ് വരുന്നത്. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഓഫ് LUT എന്ന് പറയുന്നത് സെൽഫ് ഡിക്ലറേഷൻ ബൈ എക്സ്പോർട്ടർ ടു ദി ഇഫക്ട് ദാറ്റ് ഹി ഹാസ് നോട്ട് ബീൻ പ്രോസിക്യൂട്ടഡ് ഷുഡ് സഫീസ് ഫോർ ദി പർപ്പസ് ഓഫ് നോട്ടിഫിക്കേഷൻ നമ്പർ. ഓക്കെ, അതായത് അദ്ദേഹം വേറെ തെറ്റും കാരണങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സെൽഫ് ഡിക്ലറേഷൻ എക്സ്പോർട്ടർ കൊടുക്കണം. പിന്നെ വരുന്നത് ബാങ്ക് ഗ്യാരണ്ടിയാണ്. ബാങ്ക് ഗ്യാരണ്ടി സിൻസ് ദി ഫെസിലിറ്റി ഓഫ് എക്സ്പോർട്ട് അണ്ടർ LUT ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് ടു ഓൾ രജിസ്റ്റേർഡ് പേഴ്സൺ, bond will be required to be furnished by those persons who have been prosecuted for cases involving an amount exceeding rupees 250 lakh. 250 lakhs കൂടുതലുള്ള ഏതെങ്കിലും ഒരു പ്രോസിക്യൂട്ടഡ് കേസിനകത്ത് ഈ പറയുന്ന രജിസ്റ്റേർഡ് പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബോണ്ട് 15% ബാങ്ക് ഗ്യാരണ്ടിയും കൂടെ അതിനുണ്ടാവും. പിന്നെ ഇങ്ങനെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി, വലിയ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണം എന്നില്ല. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഡീംഡ് എക്സ്പോർട്ടാണ്. ദ ടേം ഡീംഡ് എക്സ്പോർട്ട് വിത്തൗട്ട് ആക്ച്വൽ എക്സ്പോർട്ട്. ദ ടേം ഡീംഡ് എക്സ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് വിത്തൗട്ട് ആക്ച്വൽ എക്സ്പോർട്ട്. ആക്ച്വൽ എക്സ്പോർട്ട് അല്ലാതെ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡീംഡ് എക്സ്പോർട്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് വരുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ടു യൂണിറ്റ് സിറ്റുവേറ്റഡ് ഇൻ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ആൻഡ് ഇലക്ട്രോണിക് ഹാർഡ്വെയർ ടെക്നോളജി പാർക്ക്. നമ്മൾ ഈ പറഞ്ഞ പോലെ EOU, STP, EHTP ഇതിനകത്തേക്കൊക്കെ നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡീംഡ് എക്സ്പോർട്ടായിട്ടാണ് കാണുക. ദെൻ സെയിൽ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ടു ഫെർട്ടിലൈസർ പ്ലാന്റ്. ഫെർട്ടിലൈസർ പ്ലാന്റിലേക്ക് ഏതെങ്കിലും ക്യാപിറ്റൽ ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡീംഡ് എക്സ്പോർട്ടാണ്. സെയിൽഡ് ടു യുണൈറ്റഡ് നേഷൻ ഏജൻസീസ്, UNA നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡീംഡ് എക്സ്പോർട്ടിൽ വരും. സെയിൽ ഓഫ് ഗുഡ്സ് ടു പ്രൊജക്ട് ഫിനാൻസ്ഡ് ബൈ ബൈലാറ്ററൽ ഏജൻസീസ് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡീംഡ് എക്സ്പോർട്ടിൻ്റെ കീഴിൽ വരുന്നതാണ്. ദെൻ വരുന്നത് ഡ്യൂട്ടി ഡ്രോബാക്ക് ആണ്. ഡ്യൂട്ടി ഡ്രോബാക്ക് ഈസ് അലൗഡ് ഫോർ ദി ഫോളോയിങ്. ഒന്ന്, ഇമ്പോർട്ട് ഡ്യൂട്ടി പെയ്ഡ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഇമ്പോർട്ടഡ് ഗുഡ്സിന് പേ ചെയ്ത ഇമ്പോർട്ടഡ് ഗുഡ്സിന് ഡ്യൂട്ടി ഡ്രോബാക്ക് ഉണ്ട്. ദെൻ ദ എക്സൈസ് ഡ്യൂട്ടി ആൻഡ് സർവീസ് ടാക്സ്. എക്സൈസ് ഡ്യൂട്ടിയും സർവീസ് ടാക്സിനും ഡ്യൂട്ടി ഡ്രോബാക്ക് ഉണ്ട്. പക്ഷേ വാല്യൂ ആഡഡ് ടാക്സിനോ CSTക്കോ എന്തില്ല, ഡ്യൂട്ടി ഡ്രോബാക്ക് ഇല്ല. Duty drawback is an export incentive scheme where the duty is paid on exported material or exercisable material which are used in the manufacture or processing or carry out any operation on the goods at the export outside India is allowed to refund to the exporter. നമ്മൾ ഏതെങ്കിലും ഗുഡ്സ് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗുഡ്സിൻ്റെ നമ്മൾ എത്ര രൂപ GST പേ ചെയ്തിട്ടുണ്ടോ, ഡ്യൂട്ടി പേ ചെയ്തിട്ടുണ്ടോ, ആ ഡ്യൂട്ടി നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. അതാണ് ഡ്യൂട്ടി ഡ്രോബാക്കിൽ മെയിൻലി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡ്യൂട്ടി ഡ്രോബാക്ക് ഓൺ റീ എക്സ്പോർട്ടും ഉണ്ട്, ഡ്യൂട്ടി ഡ്രോബാക്ക് ഓൺ എക്സ്പോർട്ടും ഉണ്ട്. ഇനി ഡ്യൂട്ടി ഡ്രോബാക്ക് ഓൺ റീ എക്സ്പോർട്ട് സെക്ഷൻ 74 താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഒന്ന്, ഒറിജിനലി ദി ഗുഡ്സ് ഷുഡ് ഹാവ് ബീൻ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ. കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ഇമ്പോർട്ട് ഷുഡ് ഹാവ് ബീൻ പെയ്ഡ്. അതായത് നമ്മൾ ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരിക്കണമുണ്ടാവണം, കസ്റ്റംസ് ഡ്യൂട്ടി നമ്മൾ അതിന് പേ ചെയ്തിട്ടുണ്ടാവണം. The imported goods should be capable of being easily identifiable as the same goods which were originally imported. Imported goodsൻ്റെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കണം. Then the goods have been exported after proper examination of the goods and after ensuring that there is no prohibition or restriction on their export by proper officer. Proper officer ആ ഫർദർ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് യാതൊരു പ്രൊഹിബിഷനോ റെസ്ട്രിക്ഷനോ ഒന്നും കൊടുത്തിട്ടില്ല എന്നും വരുത്തണം. അതുപോലെ ഗുഡ്സ് പ്രോപ്പറായിട്ട് എക്സാമിൻ ചെയ്തിരിക്കണം. Then the goods should have been identified to the satisfaction of assistant or deputy commissioner of customs as the goods which were imported. ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് നമ്മൾ അസിസ്റ്റൻറ്റ് കമ്മീഷണറിനെയും ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് കസ്റ്റംസും ഐഡൻറ്റിഫൈ ചെയ്ത് അവരും അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് സച്ച് ഗുഡ്സ് മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ ദി എമൗണ്ട് ഓഫ് ഡ്രോബാക്ക് ക്ലെയിംഡ്. ഡ്രോബാക്ക് ക്ലെയിം ചെയ്തതിനേക്കാളും കുറവായ മാർക്കറ്റ് പ്രൈസ് ആയിരിക്കരുത് ആ ഗുഡ്സിന്. പിന്നെ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പേജ് നമ്പർ 418 റീ എക്സ്പോർട്ട് ഓഫ് ഡ്യൂട്ടി പെയ്ഡ് ഇമ്പോർട്ടഡ് ഗുഡ്സ്. അതിൽ 2 കേസിലാണ് പറയുന്നത്. ഗുഡ്സ് ബിസിനസ് പർപ്പസിന് ഇമ്പോർട്ട് ചെയ്താൽ എങ്ങനെയാണ്, പേഴ്സണൽ പർപ്പസിന് ഇമ്പോർട്ട് ചെയ്താൽ എങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബിസിനസ് പർപ്പസിനാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ യൂസ്, നമ്മൾ ആ ഗുഡ്സ് ബിസിനസ് പർപ്പസിന് വേണ്ടി കൊണ്ടുവന്ന് ആഫ്റ്റർ യൂസ് ചെയ്തതിന് ശേഷമാണ് റീ എക്സ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ലെസ് ദാൻ ഓർ 18 months ഫ്രം ദ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി. ഡ്യൂട്ടി പേ ചെയ്യുന്നതിനകത്ത് 18 മാസത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഡ്യൂട്ടി ഡ്രോബാക്ക് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി നമുക്ക് അലൗഡ് ആയിട്ടുള്ളത്
ലെസ് ദാൻ 3 മന്ത് ആണെന്നുണ്ടെങ്കിൽ 95%, ഗ്രേറ്റർ ദാൻ 3 മന്ത് ബട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 മന്ത് ആണെന്നുണ്ടെങ്കിൽ 85%, ഗ്രേറ്റർ ദാൻ 6 മന്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 മന്ത് ആണെന്നുണ്ടെങ്കിൽ 75%, ഗ്രേറ്റർ ദാൻ 12 മന്ത്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 മന്ത്സ് ആണെന്നുണ്ടെങ്കിൽ 65%, 9 മന്ത് ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 മന്ത് ആണെങ്കിൽ 70%, ഇനി 15 മന്ത് ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18 മന്ത് ആണെന്നുണ്ടെങ്കിൽ 60%, മോർ ദാൻ 80 മന്ത് ആണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടില്ല. അതായത് ഡ്യൂട്ടി ഡ്രോബാക്ക് ബിസിനസ് കേസ് ഇമ്പോർട്ടഡ് ഫോർ ബിസിനസ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തതിന് ശേഷം 18 മാസത്തിനുള്ളിൽ, അതായത് നമ്മൾ ആ ഗുഡ്സ് 18 മാസത്തിനുള്ളിൽ എക്സ്പോർട്ട് ചെയ്താൽ എങ്ങനെയാണ് ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടുന്നത്? 3 മാസത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ 95% കിട്ടും. 3 മാസം തൊട്ട് 6 മാസം വരെയാണെന്നുണ്ടെങ്കിൽ 3 മാസത്തിന് മുകളിലേക്ക് 6 മാസം വരെയാണെന്നുണ്ടെങ്കിൽ 85%, 6 മാസത്തിന് മുകളിലേക്ക് 9 മാസം വരെയാണെന്നുണ്ടെങ്കിൽ 75%, 9 മാസത്തിന് മുകളിലേക്കും 12 മാസത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ 12 മാസം വരെയാണെന്നുണ്ടെങ്കിൽ 70%, 12 മാസത്തിന് മുകളിലേക്കും 15 മാസം വരെയാണെങ്കിൽ 65%, 15 മാസത്തിന് മുകളിലേക്കും 18 മാസത്തിന് താഴെയാണെങ്കിൽ 60%, 18 മാസത്തിന് മുകളിലേക്കാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടില്ല. ഇനി നമ്മൾ ഗുഡ്സ് ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി ഡ്രോബാക്ക് ഈസ് ഈക്വൽ ടു അറ്റ് ദ റേറ്റ് ഓഫ് 90% എക്സ്പോർട്ടഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി. ഡ്യൂട്ടി പേ ചെയ്യുന്നതിന് 2 വർഷത്തിനുള്ളിലാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ 98% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്യൂട്ടി ഡ്രോബാക്ക് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് പേഴ്സണൽ പർപ്പസ് ബിസിനസ് പർപ്പസ് എന്നൊന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പേഴ്സണൽ പർപ്പസായിട്ട് എടുക്കരുത്. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ പേര് തരുമ്പോൾ നമ്മൾ അങ്ങനെ എടുക്കും, അങ്ങനെ എടുക്കരുത്. അത് നമ്മൾ ബിസിനസ് പർപ്പസായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഫോർ പേഴ്സണൽ പർപ്പസിന് ആഫ്റ്റർ യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ പർപ്പസിന് വേണ്ടി എന്തെങ്കിലും ഒരു ഐറ്റം ഇമ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആവാം. ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഇമ്പോർട്ട് ചെയ്തു ആഫ്റ്റർ യൂസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ക്വാർട്ടർ 1 96% ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടും. ക്വാർട്ടർ 2 ആണെങ്കിൽ 92%, ക്വാർട്ടർ 3 ആണെന്നുണ്ടെങ്കിൽ 88%, ക്വാർട്ടർ 4 ആണെന്നുണ്ടെങ്കിൽ 84% ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടും. ഇനി സെക്കൻഡ് ഇയർ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ ഡ്യൂട്ടി ഡ്രോബാക്ക് 81%, സെക്കൻഡ് ക്വാർട്ടറിൽ 78% ഡ്യൂട്ടി ഡ്രോബാക്കും, സെക്കൻഡ് ഇയറിൽ തേർഡ് ക്വാർട്ടറിൽ 75% ഡ്യൂട്ടി ഡ്രോബാക്കും, സെക്കൻഡ് ഇയറിൽ ഫോർത്ത് ക്വാർട്ടറിൽ 72% ഡ്യൂട്ടി ഡ്രോബാക്കുമായിട്ട് നമുക്ക് കിട്ടും. ഇനി പേഴ്സണൽ പർപ്പസിന് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗുഡ്സ് വിത്തൗട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 98% റീ എക്സ്പോർട്ടഡ് ഇമ്മീഡിയറ്റ്ലി. അപ്പം തന്നെ നമ്മൾ റീ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 98% നമുക്ക് ഡ്യൂട്ടി ഡ്രോബാക്ക് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി താഴെ പറയുന്ന കുറച്ച് ഐറ്റംസിന് നമുക്ക് ഡ്യൂട്ടി ഡ്രോബാക്ക് അലൗഡ് അല്ല. അത് വരുന്നത് വെയറിംഗ് അപ്പാരൽ, ടീ ചെസ്റ്റ്, എക്സ്പോസ്ഡ് സിനിമാറ്റോഗ്രാഫ് ഫിലിംസ് പാസ്ഡ് ബൈ ബോർഡ് ഓഫ് ഫിലിം സെൻസേഴ്സ് ഇൻ ഇന്ത്യ, അൺഎക്സ്പോസ്ഡ് ഫോട്ടോഗ്രാഫിക് ഫിലിംസ്, പേപ്പർ ആൻഡ് പ്ലേറ്റ്സ് ആൻഡ് എക്സ്റേ ഫിലിംസ്. ഇതിനൊന്നും നമുക്ക് എന്ത് കിട്ടില്ല? ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടില്ല. പിന്നെ വരുന്നത് നെഗറ്റീവ് ലിസ്റ്റ് ഓഫ് ഡ്യൂട്ടി ഡ്രോബാക്ക് ആണ്. പേജ് നമ്പർ 420 നെഗറ്റീവ് ലിസ്റ്റ് സെക്ഷൻ 76 പ്രകാരം ഡ്യൂട്ടി ഡ്രോബാക്ക് എമൗണ്ട് ഈസ് ലെസ് ദാൻ 50 ആണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടില്ല. ഇൻ കേസ് ഓഫ് നെഗറ്റീവ് സെയിൽസ് ഉണ്ടെങ്കിലും ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടില്ല. ഇൻ സെൻവാറ്റ് ക്രെഡിറ്റ് അവെയിൽഡ്, സെൻവാറ്റ് ക്രെഡിറ്റ് എന്തെങ്കിലും അവെയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടില്ല. ദെൻ ഡ്യൂട്ടി ഡ്രോബാക്ക് എമൗണ്ട് ഈസ് മോർ ദാൻ 1/3 ഓഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സ്പോർട്ട്. മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സ്പോർട്ടിൻ്റെ 1/3 കൂടുതലാണ് ഡ്യൂട്ടി ഡ്രോബാക്ക് എങ്കിലും കിട്ടില്ല. എക്സ്പോർട്ട് ടു നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ ആൻഡ് എക്സ്പോർട്ട് പ്രൊസീഡ്സ് ആർ നോട്ട് റിസീവ്ഡ് ഇൻ ഹാർഡ് കറൻസി. അതായത് USDയിലോ അല്ലെങ്കിൽ പൗണ്ടിലോ ഒന്നും നമുക്ക് കറൻസി റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേപ്പാളിലേക്കോ ഭൂട്ടാനിലേക്കോ അല്ലെങ്കിൽ എന്നിട്ട് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് നമുക്ക് റിസീവ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടില്ല? ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടില്ല. ദെൻ ഡ്യൂട്ടി ഡ്രോബാക്ക് ആസ് എ പെർസെൻറ്റേജ് ഓൺ FOB ലെസ് ദാൻ 1% അൺലെസ് ഓഫ് ഡ്യൂട്ടി ഡ്രോബാക്ക് ഈസ് മോർ ദാൻ ഓർ ഈക്വൽ ടു ₹500. FOB വാല്യൂവിൻ്റെ 1% കുറവോ അല്ലെങ്കിൽ എമൗണ്ട് ₹500 മോർ ദാൻ ഓർ ഡ്യൂട്ടി ഡ്രോബാക്ക് മോർ ദാൻ ഓർ ഈക്വൽ ടു 500 ആണെന്നുണ്ടെങ്കിലും എന്ത് കിട്ടില്ല? ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടില്ല. ഡ്യൂട്ടി ഡ്രോബാക്ക് ഈസ് നോട്ട് അലൗഡ് ഇഫ് ദി എക്സ്പോർട്ടർ ഹാസ് ഓൾറെഡി അവൈൽഡ് ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് ഓർ അതർ എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്. ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്കോ അല്ലെങ്കിൽ മറ്റ് എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സോ അവൈൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് പിന്നെ എന്ത് കിട്ടില്ല? ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടില്ല.
ഇഫ് ദി സെയിൽ പ്രൊസീഡ്സ് നോട്ട് റിസീവ്ഡ് വിത്തിൻ ദി ടൈം പീരീഡ് അലൗഡ് ബൈ RBI അലോ ചെയ്തിരിക്കുന്ന ടൈമിൽ സെയിൽ പ്രൊസീഡ്സ് റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഡ്യൂട്ടി ഡ്രോബാക്ക് എമൗണ്ട് എക്സീഡ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സ്പോർട്ടഡ് ഗുഡ്സ്. മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സ്പോർട്ട് ഗുഡ്സിൻ്റെക്കാളും ഡ്യൂട്ടി ഡ്രോബാക്ക് വന്നാലും എന്ത് കിട്ടില്ല, ഡ്യൂട്ടി ഡ്രോബാക്ക് നെഗറ്റീവ് ലിസ്റ്റാണ്, നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇതാണ് മെയിൻലി നമ്മുടെ സ്റ്റഡി നോട്ട് 4 വരുന്ന തിയറീസ്. അതിനകത്ത് എക്സ്പോർട്ടിൻ്റെ തിയറിക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട. അവിടെ വരുന്ന എക്സ്പോർട്ടിൻ്റെ തിയറിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത് ഈ ഡ്യൂട്ടി ഡ്രോബാക്കും അതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളുമാണ്. അത് നല്ലപോലെ പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.